K.C. Venugopal, B.D. Satisan, Ramesh Chennipala, T.V. Abdul Wahab, M.M. Hassanji, A.P. Anil Kumar, P.K. Bashir, V.S. Joy, Cheria Mohammed, J.B. Mathur, Shafi Parambil, Aryadan Shokatji, Alipata Jamila, Rahul Mamputartil, all the senior leaders on the stage, party workers, UDF workers, brothers and sisters, I'd like to welcome all of you. ഈ വേദിയിലിരിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളെ, UDFന്റെ നേതാക്കളെ, പാർട്ടി പ്രവർത്തകരെ, അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഈ യോഗത്തിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. I'd like to start by thanking every single person in Wayanad who supported me. വയനാട്ടിലെ ഓരോ വ്യക്തിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായി നിങ്ങളോട് സംസാരിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. UDF voters, LDF voters, UDF workers, leaders, everybody who took part in the election and supported me and made my victory possible. I'd like to thank with all my heart. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ UDFന്റെ നേതാക്കൾ, പ്രവർത്തകർ, അതുപോലെ തന്നെ LDFന്റെ വോട്ടേഴ്സ്, ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ വിജയത്തിന് സഹായിച്ച എല്ലാവരോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിജയം സാധ്യമാക്കിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. Many years ago, when I was a little boy, my grandmother and my mother took me to a Kathakali performance. ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ എന്റെ മുത്തശ്ശിയും എന്റെ അമ്മയും കൂടി ഒരു കഥകളി പെർഫോമൻസ്, ഒരു കഥകളി കാണാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. And I remember I was small and I didn't understand anything about Kathakali. So it was maybe 2 hours long and I wanted to leave the room. നിങ്ങൾക്കറിയോ, ആ സമയത്ത് കഥകളി കാണുമ്പോൾ അത് ഏകദേശം 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് എനിക്ക് ആ മുറിയിൽ നിന്ന് പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അവിടെ ആ കഥകളി നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പോകണമെന്നാണ് എനിക്ക് തോന്നിയത്. I kept telling my grandmother, I'm bored, I want to go, it's hot. Every excuse I could find, I kept telling her. ഞാൻ എന്റെ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്ക് ബോറടിക്കുന്നു, നല്ല ചൂടാണ്, എനിക്ക് ഇവിടുന്ന് പോകണം. അവിടുന്ന് പുറത്തു പോകാനുള്ള എല്ലാ ഒഴികഴിവുകളും ഞാൻ എന്റെ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. Then last year, after many years, I saw another Kathakali performance. എന്നിട്ട് കഴിഞ്ഞ വർഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കഥകളി പെർഫോമൻസ്, കഥകളി ഞാൻ കണ്ടു. And this time there was a lady who was explaining me exactly what was going on. ഈ പ്രാവശ്യം അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഈ കഥകളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി പറഞ്ഞു തന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. And it was 3 hours long. The performance was 3 hours long. It was very hot, but I didn't realize that 3 hours passed. I didn't feel the heat. I was just looking at the performance. അത് മാത്രമല്ല, നേരത്തെ 2 പ്രാവശ്യമായിരുന്നു ആ കഥകളി ഉണ്ടായിരുന്നെങ്കിൽ ഇത് 3 മണിക്കൂറുകളോളം നീണ്ടു. പക്ഷെ എനിക്ക് സമയം പോയത് മനസ്സിലാക്കാൻ തോന്നിയില്ല. എനിക്ക് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. അവിടെ ചൂടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അത്ര മനോഹരമായിട്ടാണ് അത് പോയത്, ആ കഥകളി പെർഫോമൻസ് നടന്നത്. And when I walked out of the performance last year, I was thinking to myself, how strange that when I was small, the same exact performance, I was bored, I was not interested, I was feeling hot. And now, somebody has explained it to me, and I'm not feeling hot. It is hotter now than it was then, but I'm not feeling hot. And 3 hours have passed as if it's 1 minute. അത് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പണ്ട് ഞാൻ കണ്ട ഇതേ കഥകളി, അത് അന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഭയങ്കര ചൂടായിട്ട് തോന്നി, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങി. പക്ഷെ ഇതേ കാര്യം ഈ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അത് 3 മണിക്കൂർ ഉണ്ടായിരുന്നു, സമയം കൂടുതലായിരുന്നു, കൂടുതൽ ചൂടുണ്ടായിരുന്നു. പക്ഷെ ആരോ എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ മുമ്പ് തോന്നിയതൊന്നും എനിക്കിന്ന് തോന്നിയില്ല. And the difference was that this time I understood that this is the tradition, the voice, the expression of the people of Kerala. നിങ്ങൾക്കറിയാമോ ആ വ്യത്യാസം എന്തായിരുന്നു എന്ന്? കാരണം
കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിന്റെ പാരമ്പര്യമാണ്, കേരളത്തിന്റെ ശബ്ദമാണ്, കേരളത്തിലെ ജനങ്ങളുടെ ആശയ പ്രകാശനത്തിന്റെ ഒരു മാർഗമാണ് ഈ കഥകളി എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അതിനെ കുറിച്ച് ബോറടിച്ചില്ല. The first time it was just a dance. The second time it was the voice of millions of people. It was the history of millions of people. It was the expression of millions of people. ഞാൻ ആദ്യത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്കതൊരു നൃത്തരൂപം മാത്രമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ചരിത്രമായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമായിരുന്നു ഞാൻ രണ്ടാമത് കണ്ട ആ കഥകളി. And each state of our country has these traditions, has its own language, has its own history, has its own expression. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പാരമ്പര്യമുണ്ട്, അതിൻ്റെതായ ചരിത്രമുണ്ട്, അതിൻ്റെതായ ഭാഷയുണ്ട്, അതിൻ്റെതായ സംസ്കാരമുണ്ട്, അതിൻ്റെതായ ആശയ പ്രകാശന രീതിയുണ്ട്. There is Malayalam, there is Tamil, there is Bengali, there is Gujarati. There are many different languages, many different dances, many different histories in this country. ഇവിടെ മലയാളമുണ്ട്, ബംഗാളിയുണ്ട്, തമിഴ് ഭാഷയുണ്ട്, ഗുജറാത്തിയുണ്ട്, പലവിധ നൃത്തരൂപങ്ങളുണ്ട്, പലവിധ പാരമ്പര്യങ്ങളുണ്ട്, പലവിധ ചരിത്രങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. And every single tradition, history is protected by the Constitution of India. ഈ രാജ്യത്തെ ഓരോ ചരിത്രത്തെയും ഓരോ പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നത് എന്റെ കയ്യിലുള്ള ഭാരതത്തിന്റെ ഭരണഘടനയാണ്. So the fact that the people of Kerala and the people of India can enjoy Kathakali, can listen to Malayalam, can eat Kerala food is all protected by this. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും, മലയാളം സംസാരിക്കാൻ സാധിക്കും, ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും. ആ അവകാശങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ്. And if this was gone, then somebody can come to Kerala and say, we do not want you to speak Malayalam. ഈ ഭരണഘടന ഈ രാജ്യത്തില്ലാതായാൽ ഈ രാജ്യത്തിലേക്ക് കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും അത് പറയാം, നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും. We do not want you to have dosa for breakfast. നിങ്ങൾ പ്രഭാത ഭക്ഷണമായി ദോശ കഴിക്കേണ്ട എന്ന് കേരളത്തിലേക്ക് വന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ. Or we don't like this particular tradition of yours. നിങ്ങളുടെ ഒരു പ്രത്യേക പാരമ്പര്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ആർക്കെങ്കിലും കേരളത്തിൽ വന്ന് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ. And the fight in this election was about the Constitution. ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ കുറിച്ചുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നത്. And it was on one side millions of Indian people saying that we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞതെന്താണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം വേണം, ഞങ്ങളുടെ ഭാവി എന്തെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ അതിനെ നിർവചിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം നടത്തിയത്. And on the other side, the Prime Minister and Mr. Amit Shah, who said no, if we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ, മറുവശത്തെ ഈ പോരാട്ടത്തിന്റെ മറുവശത്ത് ആരാണ് ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രി അമിത് ഷായും. അവരെന്താണ് പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങൾ ഹിന്ദി സംസാരിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഹിന്ദി സംസാരിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അമിത് ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്തുണ്ടായിരുന്നത്. If we want Onam to be celebrated, then only Onam will be celebrated. ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ
മാത്രമാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി. And we will decide whether Kathakali is danced in Kerala or some other dance. കേരളത്തിൽ കഥകളി എന്ന നൃത്തരൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതോ മറ്റേതെങ്കിലും രൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അവർ ചിന്തിച്ചതും പറഞ്ഞതും. And the beautiful thing is that they had a fundamental misunderstanding. അതിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. They thought that just because they have political power, just because they have ED, they have CBI, they have the income tax department, they can dictate to the people of India what is going to happen. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്തായിരുന്നറിയോ? അവരുടെ കയ്യിൽ രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്നതുകൊണ്ട്, ED ഉണ്ടായിരുന്നതുകൊണ്ട്, CBI ഉണ്ടായിരുന്നതുകൊണ്ട്, ഇൻകം ടാക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം എന്ന് തങ്ങൾക്ക് നിർദ്ദേശിക്കാം, ആജ്ഞാപിക്കാം എന്ന് അവർ കരുതിയതാണ് അവരുടെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ. And the people of Kerala, the people of Uttar Pradesh, they showed the Prime Minister, people of all other states showed the Prime Minister that you cannot dictate to the people of India what we want. കേരളത്തിലെ ജനങ്ങൾ, ഉത്തർപ്രദേശിലെ ജനങ്ങൾ, ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് കാണിച്ചു കൊടുത്തു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്, ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് ആജ്ഞാപിക്കാൻ സാധിക്കില്ല എന്ന് രാജ്യത്തെ ജനങ്ങൾ കാണിച്ചു കൊടുത്തു. And the people of India also told them that the Constitution is our voice. Do not touch the Constitution. അത് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഈ ഭരണഘടന ഞങ്ങളുടെ ശബ്ദമാണ്, അതിനെ തൊട്ട് കളിക്കരുതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു. 21st century is a visual century. 21ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് കാഴ്ചകളുടെ ഒരു ലോകമാണ്. Images have become much more important. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തെ ഇമേജുകൾ, ചിത്രങ്ങൾ, പ്രതിച്ഛായകൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. Before the election, you saw BJP leaders saying, we will tear up the Constitution, we will throw the Constitution away, we will change the Constitution. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേട്ട് കാണും ബിജെപിയുടെ നേതാക്കൾ പറഞ്ഞത്, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കുക, ഞങ്ങൾ ഭരണഘടന എടുത്ത് കളി എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Arrogance of power. അത് അധികാരത്തിന്റെ ധാർഷ്ട്യത്തിലാണ് അവർ പറഞ്ഞത്. After the election, you saw the Prime Minister doing this to the Constitution. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയോട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. So you can see that the people of India have spoken. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ സംസാരിച്ചു, അവർ സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. And also notice that hatred has been defeated by love and affection. അത് മാത്രമല്ല, നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കണം, ഈ രാജ്യത്തെ വെറുപ്പിനെ ഈ രാജ്യത്തെ ജനങ്ങൾ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. Arrogance has been defeated by humility. ധാർഷ്ട്യത്തെ വിനയം കൊണ്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു. In fact, the truth is the Prime Minister barely escaped in Varanasi. നിങ്ങൾക്കറിയോ, സത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നതാണ് സത്യം. And he would have been defeated himself in Varanasi. അദ്ദേഹം തന്നെത്താൻ അവിടെ പരാജയപ്പെട്ടേനെ വാരണാസി. The BJP was defeated in Ayodhya. ബിജെപി അയോധ്യയിൽ പരാജയപ്പെട്ടു. So even the people of Ayodhya have sent a message to the BJP that we do not appreciate hatred and violence. അത് മാത്രമല്ല, അയോധ്യയിലെ പോലും ജനങ്ങൾ ബിജെപിക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകി, ഞങ്ങൾ അക്രമത്തെ, വെറുപ്പിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് അയോധ്യയിലെ ജനങ്ങൾ ബിജെപിക്ക് കൃത്യമായ സന്ദേശം നൽകി. And the single biggest message that the people of India have given is that we are multiple traditions, we are many states, we have many histories, and every single one of these histories, every single one of these traditions, every single one of these religions is going to be respected. ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, ബിജെപിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, ഞങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളാണ്, ഞങ്ങൾ വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ്, ഞങ്ങൾ വ്യത്യസ്ത ഭാഷകളാണ്, ഞങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളാണ്, ഞങ്ങൾ വ്യത്യസ്ത മതങ്ങളാണ്. ഈ രാജ്യത്തെ ഈ ഓരോ മതവും, ഓരോ ഭാഷയും, ഓരോ
I can tell you that the government that has been formed in Delhi is a crippled government. ഞാൻ പറയാം നിങ്ങളോട്, ഇന്ന് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗവൺമെന്റ് സമ്പൂർണ്ണമായ ഒരു ഗവൺമെന്റ് അല്ല, പ്രശ്നങ്ങളുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ്. The opposition has dealt a fatal blow to the BJP. ബിജെപിക്ക് കഠിനമായ ഒരു അടിയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. And you will see that even Mr. Narendra Modi's attitude will have to change. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട്, നരേന്ദ്രമോദിയുടെ സമീപനം മാറേണ്ടിയിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Because the people of India have sent him a clear message. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. From our perspective, our role of opposition will continue. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മുടെ പങ്ക്, ഉത്തരവാദിത്വം അത് തുടർന്നുകൊണ്ടിരിക്കും. We proposed an alternative vision for the people of India, a pro-poor, compassionate vision, and we will fight for that vision. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബദൽ ദർശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ചു. സഹാനുഭൂതിയുള്ള, കാരുണ്യമുള്ള, ഈ രാജ്യത്തെ ജനങ്ങളോട്, ദരിദ്രരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദർശനം. അതിനുവേണ്ടി, ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കും. We are committed to making India a fairer society, a more productive society. കൂടുതൽ ഉത്പാദനക്ഷമമായ, കൂടുതൽ ന്യായയുക്തമായ ഒരു സമൂഹമായി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തുടർന്ന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. Now, I have a dilemma in front of me. ഇപ്പോ എന്റെ മുന്നിൽ വലിയ ഒരു ധർമ്മ സങ്കടമുണ്ട്. The question is, will I be member of parliament of Wayanad or will I be member of parliament of Raebareli? ഏറ്റവും വലിയ ധർമ്മ സങ്കട ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ റായ്ബറേലിയിലെ പാർലമെന്റ് അംഗമാകുമോ, ആയി തുടരുമോ, വയനാട്ടിലെ പാർലമെന്റ് അംഗമായി? Unfortunately, like the Prime Minister, I am not guided by God. ദൗർഭാഗ്യകരമായി എനിക്ക് ധർമ്മസങ്കടമുള്ള കാര്യം പറയും. പ്രധാനമന്ത്രിയെ പോലെ പ്രധാനമന്ത്രിക്ക് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ്. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. I am a human being. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. You saw in the election first, the Prime Minister said, 400 par. നിങ്ങൾ ഇലക്ഷൻ സമയത്ത് കണ്ടു കാണും, പ്രധാനമന്ത്രി പറഞ്ഞു 400-ലധികം വോട്ടുകൾ, 400-ലധികം സീറ്റുകൾ. After that, 400 par disappeared and 300 par came. കുറച്ച് കഴിഞ്ഞപ്പോ 400-ലധികം കഴിഞ്ഞു, പിന്നെ 300-ലധികം സീറ്റുകളായി. After that, 300 par disappeared. അത് കഴിഞ്ഞപ്പോ 300-ലധികം സീറ്റുകളും അപ്രത്യക്ഷമായി. And then he gave a speech where he said, I am not biological. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളെയൊക്കെ പോലെ ഞാൻ ജൈവികമായി, അതായത് ജീവശാസ്ത്രപരമായി, ശാരീരികമായി ഉണ്ടായ ആളല്ല. He said, after my mother passed away, I realized that I am not a biological person. എന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നിങ്ങളെയൊക്കെ പോലെ ശാരീരികമായി, അതായത് ജീവശാസ്ത്രപരമായി ഉണ്ടായ ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായതാണ് അദ്ദേഹം പറഞ്ഞത്. I don't take any decision. ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല. I have been put on this earth by Paramatma and he takes all the decisions. എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത്, ഒന്നാമത് ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല, എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് പരമാത്മാവാണ്. എന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അദ്ദേഹമാണ്. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. Modiji has a strange Paramatma. മോദിജി പറഞ്ഞ ഒരു വിചിത്രമായ പരമാത്മാവാണ് മോദിജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. His Paramatma makes him take all the decisions in favor of Adani and Ambani. ഈ Paramatma tells him, Narendra Modi ji, this morning you are going to give Bombay airport to Adani. Okay, now you give Bombay, now you give Lucknow. Good, now you have given 7 airports, now you give power plants. Okay, good, now you've done power plants, now to help Adani with defense, you do Agniveer. എല്ലാ പവർ പ്ലാന്റ്, അതായത് വൈദ്യുതി ഉൽപാദന നിലയങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? പ്രതിരോധത്തിൽ അദാനിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് അഗ്നിവീർ പദ്ധതി, ഇത് പരമാത്മാവ് അദ്ദേഹത്തിനും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. But unfortunately, I do not have this luxury because I'm a human being and God does not order me.
ശരിക്കും നരേന്ദ്രമോദി പറയുന്ന പോലെ ഒരു വിശേഷ സൗഭാഗ്യം എനിക്കില്ല. കാരണം നരേന്ദ്രമോദിയോട് സംസാരിക്കുന്ന പോലെ പരമാത്മ എന്നോട് സംസാരിക്കുന്നില്ല. കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ്. In fact, it is for me. It is much simpler. കാരണം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ലളിതമാണ്. My God is the poor people of India. കാരണം എന്റെ ദൈവം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യരാണ് എന്റെ ദൈവം. My God is the people of Wayanad. എന്റെ ദൈവം എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. So for me it's very easy. I just go talk to the people, and my God tells me what to do. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമാണ്. ഞാൻ പോയി എന്റെ ജനങ്ങളോട് നിങ്ങളോട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം. നിങ്ങൾ എന്റെ ദൈവമാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും. എനിക്ക് എളുപ്പമാണ്. Anyway, back to the question of Wayanad or Raebareli. അതുകൊണ്ട് വീണ്ടും ആ ചോദ്യം വരികയാണ്. വയനാടാണോ റായ്ബറേലിയോ ആ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. What I will commit to you is that both Wayanad and Amethi and Raebareli will be happy with my decision. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനം വയനാട്ടിലെ ജനങ്ങൾക്കും റായ്ബറേലിയിലെ ജനങ്ങൾക്കും സന്തോഷമുള്ള തീരുമാനമായിരിക്കും. Once again, thank you very much for your love and your affection, for your support, and for all the energy that you gave me in this difficult period. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും, നിങ്ങളുടെ എല്ലാ വാത്സല്യത്തിനും, നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ ഊർജത്തിനും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുന്നു. And I look forward to seeing you again soon. നിങ്ങളെ വളരെ വേഗം വീണ്ടും കാണുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്നു. Thank you. നന്ദി. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്മേളനം അവസാനിക്കുകയാണ്. നമ്മുടെ ഏറെ പ്രിയങ്കരനായ MP ശ്രീ ഷാഫി പറമ്പിൽ, രാജ്യസഭാംഗം ശ്രീ, അതുപോലെ തന്നെ ഡെബി മേത്തർ, നമ്മുടെ ഏറ്റവും പുതിയ നമ്മുടെ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, എല്ലാവരും വേദിയിലുണ്ട്. അവരുടെയൊക്കെ ആശംസകൾ അറിയിക്കുന്നു. ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികളാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നത്. അവർക്കും അഭിവാദ്യങ്ങൾ. നന്ദി പറയുന്നതിന് വേണ്ടി DCC പ്രസിഡന്റ് VS ജോയിയെ ക്ഷണിക്കും.